മുത്തശ്ശൻ അമ്പലത്തിലേക്ക് പോകാനിറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അനാമിക ആരോടും പറയാതെ ബാഗുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. മുത്തശ്ശൻ പോയിട്ട് ജാനകിയോട് ചോദിക്കാണ്, അല്ല നിന്റെ മരുമകൾ രാവിലെ എവിടെ പോവാ? ജ്വല്ലറിയിലേക്കാണോ? അതൊന്നും അല്ല, എന്നോട് പറഞ്ഞില്ല. നിന്നോട് പറഞ്ഞില്ലേ? അല്ല അനിയോടെങ്കിലും പറഞ്ഞോ? അപ്പോഴേക്കും അനി ഇറങ്ങി വരുന്നുണ്ട്. എന്താ മുത്തശ്ശ, എന്താ കാര്യം? അതെ, അനാമിക രാവിലെ ഇവിടുന്ന് പോകുന്ന കണ്ടു. ജ്വല്ലറിയിലേക്ക് നിന്റെ കൂടെ വരുവാണോ? എന്നോടൊന്നും പറഞ്ഞില്ല മുത്തശ്ശ. അവൾ എങ്ങോട്ടാ പോകുന്നോ എങ്ങോട്ടാ വരുന്നോ ആർക്കും അറിയില്ല. എനിക്കത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോവാ അമ്മേ, ഞാൻ പോവാ, ജ്വല്ലറിയിലേക്ക് പോവാ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് അവൻ പോകുന്നുണ്ട്. താനീ പോവാണ്. ജാനകിയുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ വീട്ടില് അവളുടെ ഭർത്താവും അമ്മയുണ്ടല്ലോ, എങ്ങോട്ടാണ് പോകുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകത്തില്ലേ? അനിയാണ് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നെങ്കിൽ അവളോട് പറയാതെ പോയ പിന്നെ അവൾ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കും. അത് തിരിച്ചും വേണ്ടേന്ന് മുത്തശ്ശൻ ചോദിക്കാണ്. അത് പിന്നെ ഞാൻ ചോദിക്കാച്ചാ എന്ന് പറയുന്നുണ്ട്. ചോദിച്ചാൽ മാത്രം പോരാ, ഇനി മുതൽ അതൊന്നും ഉണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞു വെക്കണം. നിന്റെ മരുമകൾക്ക് ഇവിടെ കൊമ്പൊന്നുമില്ല. എന്നോട് പോലും അവള് കയർത്ത് സംസാരിച്ചു. ഞാൻ പിന്നെ എന്റെ കൊച്ചുമകന്റെ ഭാര്യയാണെന്നും ഇവിടുന്ന് ഇറക്കി വിട്ടാൽ പിന്നെ അവരുടെ ജീവിതം ഇതാവൂന്നൊക്കെ കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഒന്നും പറയാത്തത്. അതെന്റെ കഴിവുകേടായിട്ട് അവള് കണക്കാക്കരുതെന്ന് പറഞ്ഞു വെച്ചേക്ക് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് മുത്തശ്ശൻ അവിടുന്ന് പോകുന്നത്. മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനും കൂടെ അമ്പലത്തിലേക്ക് പോവാൻ വന്നാലോ? അത് വേണ്ട, തനിക്ക് സുഖയിലായിരിക്കല്ലേ, സാരമില്ല. അമ്പലത്തിലേക്ക് വന്ന് ഭഗവാൻ എന്ന് കണ്ടു കഴിയുമ്പോളേ എന്റെ അസുഖമൊക്കെ മാറും എന്ന് പറയുമ്പോഴേക്കും എന്നാ പിന്നെ താനും പോരെ എന്നും പറഞ്ഞ് മുത്തശ്ശിയും കൂടി കാറില് രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ജാനകി മനസ്സിലോർക്കാണ്, അനാമികയോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അച്ഛനമ്മയും ഇവിടെ ഉണ്ടെന്നെങ്കിലും ഒരു ഓർമ്മ വേണ്ടേ? എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്നും പറഞ്ഞ് അവളിങ്ങനെ സ്വയമേ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയും രാവിലെ അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. തനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? എനിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ഒന്നും വേണമെന്നില്ല. കുടുംബത്തിനകത്തെ ഓരോ ദിവസത്തെയും ഓരോ പ്രശ്നങ്ങൾ കാരണം മനസ്സിന് ഒരു സമാധാനമില്ല. പാവം എന്റെ ആദർശ്, അവനൊരിക്കലും തെറ്റിയില്ലെന്ന് എനിക്കറിയാം. അവന്റെ അമ്മ പോലും പക്ഷെ അവൻ വിശ്വസിക്കുന്നില്ല. കൂടെ നിൽക്കുന്നത് അവന്റെ ഭാര്യ മാത്രമാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, അത് തന്നെ വലിയ ആശ്വാസം. അവളും കൂടി അവനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ പാവൻ ആദർശ് തകർന്നു പോയേനെ. താൻ വിശ്വസിക്കുന്നുണ്ടോ ആദർശിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റുണ്ടാവുന്ന? ഇല്ല, ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ആദർശമോൻ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. എന്തായാലും എനിക്കിവിടെ ഒരു പരിചയക്കാരനൊരു ഹോട്ടലുണ്ട്, അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. അവിടെ എനിക്ക് കുറച്ച് ബിസിനസ് കാര്യങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. എന്റെ പഴയൊരു സുഹൃത്തു കൂടിയാ, അവനങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാന് അവനെ കൂടെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ആണോ? ഞാനെങ്കിൽ വീട്ടിലേക്ക് പോട്ടെ? അതിനെന്താണോ, താനും കൂടെ വാ. ഒരുപാട് നാളായില്ലേ തന്നെ എന്നെയൊക്കെ അവൻ കണ്ടിട്ട്. എന്തോ ഒരു ബിസിനസ് മീറ്റിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാ. അപ്പോഴാണ് നമ്മുടെയും കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്, ബിസിനസ് പരമായ കാര്യങ്ങളും പറയാനുണ്ട്. ഞാനതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണമെന്ന് തന്നെ കരുതിക്കൂട്ടി ഇറങ്ങിയതാ. ഭഗവാൻ എന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിന് ആശ്വാസമാകും. അവിടെ പോയി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. മനസ്സിന് കുറച്ചൊരു ആശ്വാസമുണ്ട്. ഇനി പോയി അവനെന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയും കൂടി ആ ഒരു ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ, ഒരു റിസോർട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് റിസപ്ഷനില് ഇങ്ങനെ മുത്തശ്ശിയും അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും റൂം നമ്പറിന് വേണ്ടിയിട്ട്. അപ്പൊ അവര് കോൾ ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞിട്ട് അവർ ഇരുത്തിയിരിക്കുകയാണ്. മുത്തശ്ശിയും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അനാമിക ഒരാളുടെ കൂടെ ചിരിച്ചു കാഴ്ചകളുടെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നത് മുത്തശ്ശിയും കാണുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കി, അത് അനാമിക മോളല്ലേ? മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് അനാമിക. കൂടെയുള്ള ആരാ? അത് അനിയല്ലോ. അല്ല, അത് വേറൊരു പയ്യനാണല്ലോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി വല്ല കസിനേഴ്സും ആയിരിക്കോ? മുത്തശ്ശി പറയാണ്, കസിനോ? അവർ നടപ്പ് പറഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നില്ല. നോക്കി രണ്ടുപേരും കൈയൊക്കെ പിടിച്ച്, ഛേ കാണാൻ തന്നെ എന്തൊരു വൃത്തികേടാ, എന്തേ കുട്ടിയൊക്കെ കാണിക്കുന്നേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശൻ പോയി റിസപ്ഷൻ ചോദിക്കുന്നുണ്ട്, അല്ല ആ പോയതാരാ? അത് സാർ, 2 ദിവസമായിട്ട് ആ പയ്യൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ വന്നതാ ആ പെണ്ണ്. അവര് ഹസ്ബൻഡ് വൈഫാണോ? ഹസ്ബൻഡ് വൈഫാണെന്നാ പറഞ്ഞിരിക്കുന്നേ എന്നും പറഞ്ഞിട്ട് അവര് റിസപ്ഷൻ കാണിക്കുന്നുണ്ട്. റെസിപ്റ്റില് അവര് ഹസ്ബൻഡ് വൈഫ് ആണെന്നാ കാണിച്ചിരിക്കുന്നേ. ഹസ്ബൻഡ് വൈഫ് ആണല്ലേ? അല്ല, എനിക്ക് പരിചയമൊരു കുട്ടിയെ പോലെ തോന്നി, അതുകൊണ്ട് നോക്കിയാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആകെപ്പാടെ വളരെ വിഷമാവുന്നു. മുത്തശ്ശൻ പറയുന്നുണ്ട്, വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടോ. നമ്മുടെ കാലഘട്ടമൊന്നും അല്ല ഇപ്പോഴത്തെ കാലഘട്ടം.
ആദർശ് എന്ന് പറഞ്ഞത് ശരിയായിരുന്നു. ആദ്യം ഇത് പറഞ്ഞു ഓർക്കുന്നില്ലേ, പാർക്കിൽ വെച്ച് ഒരുത്തൻ്റെ കൂടെ കണ്ടെന്ന്. അത് ഇവൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെന്ന് പറയാനും പറ്റില്ലെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, എനിക്കിതൊന്നും കാണാനും സഹിക്കാനും ഒന്നും വയ്യ, നമുക്ക് പോകാം. നിക്ക്, നമ്മൾ എന്നാലും വന്ന കാര്യം കഴിയാതെ പോകണ്ട. പിന്നെ അവര് കസിൻസ് ആണെന്ന് നമുക്ക് അറിയണമല്ലോ. കസിൻസ് ആണെങ്കിൽ പിന്നെ ഭാര്യയും ഭർത്താവാണെന്ന് ഇവരെന്തിനാണ് രജിസ്റ്ററിൽ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെയാ. നമ്മൾ അനിമോന് ഇങ്ങനെ അബദ്ധം പറ്റിയല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി കരയുന്നുണ്ട്. താൻ കരയാതിരിക്കെ, ആളുകളൊക്കെ ശ്രദ്ധിക്കും എന്നും പറഞ്ഞ് അവർ ചെല്ലുമ്പോഴേക്കും താക്കോൽ റെഡിയായെന്നും പറഞ്ഞിട്ട് ആള് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട്. അതിന് പ്രകാരം മുത്തശ്ശിയും കൂടിയിട്ട് ആ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോ ഈ അനാമികയുള്ള മുറിയുടെ തൊട്ടടുത്തതായിരിക്കും കേട്ടോ ഈ മുറിയും. അങ്ങനെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ഇല്ലണം മുത്തശ്ശൻ. എന്നിട്ട് വിശേഷമൊക്കെ പറയുമ്പം ചോദിക്കുന്നുണ്ട്, എപ്പോഴാ വന്നെന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ വന്നിട്ട് 2 ദിവസമായി. ബിസിനസ് പരമായുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ നിന്റെ കാര്യം ഓർത്തത്. നിന്നെ കൂടെ കണ്ടു പോകാന്ന് കരുതെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശന്റെ പഴയകാല സുഹൃത്താണ്. അങ്ങനെ ഒരു ബിസിനസിന്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചിരിയും കളിയൊക്കെ കേൾക്കുന്ന കണ്ടിട്ട് അയാളെ പറയുന്നുണ്ട്, പണ്ടൊക്കെ ഇത് നല്ലൊരു റിസോർട്ടായിരുന്നു, വന്ന് താമസിക്കാനും ഫാമിലിയായിട്ടൊക്കെ വരാനും നല്ല റിസോർട്ടായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും അല്ല. ഈ ചെറിയ പിള്ളേരുടെ ഓരോ പ്രകടനങ്ങളെ. 2 ദിവസമായിട്ട് ഒരു പെണ്ണും ഒരു ചെറുക്കനുണ്ട് ഇവിടെ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അവര് കപ്പിൾസ് അല്ലേ, ഇപ്പോഴാ വന്നെന്ന് പറഞ്ഞല്ലോ. അതൊന്നും അല്ല, ആ പയ്യന്റെ കൂടെ ഇന്നലെ വേറൊരു പെണ്ണായിരുന്നു, ഞാൻ കണ്ടതാ. ഇന്നിപ്പോഴതാ വേറൊരു പെണ്ണ് എന്നും പറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ട്. ഇതൊന്നും ഓർക്കാൻ കൂടി വയ്യ, കലികാലം, അല്ലാണ്ട് എന്ത് പറയാനെന്നും പറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല അവര് ശരിക്കും ഭാര്യ ഭർത്താവല്ലേ? അല്ലെന്നേ, എനിക്ക് ഉറപ്പാ. ഇന്നലെ രജിസ്റ്ററില് അവൻ വേറൊരു പേരെ കൊടുത്തു, ഇന്ന് വേറൊരു പേര്. ആ രജിസ്റ്റർ റിസപ്ഷനിസ്റ്റ് നിൽക്കുന്ന പെണ്ണിന് കാശ് കൊടുത്ത് അവൻ ഒപ്പിക്കുന്നതാ എന്നും പറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ട്. അതൊന്ന് ചോദിച്ചാലും ഹസ്ബൻഡ് വൈഫാണെന്ന് പറയാവുള്ളെന്നാ പറഞ്ഞിരിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിയും പറയാണ്, നാണക്കേട്, എന്ത് പറയാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് സ്വന്തം കൊച്ചുമരുമകളാണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ മുത്തശ്ശിയുടെ മനസ്സ് മൊത്തം ആ ഒരു റൂമിലാട്ടോ. അവരാകെപ്പാടെ ഡെസ്പായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ മിണ്ടാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കാര്യങ്ങൾക്ക് സംസാരിച്ച ശേഷം മുത്തശ്ശൻ പോവാണെന്നൊക്കെ പറഞ്ഞിറങ്ങുന്നുണ്ടെങ്കിലും അയാളെ പിടിച്ചിരുത്തി ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടാണ് കേട്ടോ വിടുന്നത്. അങ്ങനെ അവർ പോകാനിറങ്ങുമ്പോഴേക്കും അനാമികയുടെ മുറി തുറക്കുന്നവരെ തോന്നുമ്പോഴേക്കും ഇവരങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. ഈ സമയത്ത് അനാമിക സാരിയൊക്കെ നേരെയാക്കി മുടിയൊക്കെ നേരെയാക്കി ഇറങ്ങി വരുന്നത് അയാൾ കാണുന്നുണ്ട്. മുത്തശ്ശിയും കാണാണ്. ഇറങ്ങി വരുമ്പോഴേക്കും പോകുന്ന വഴിക്ക് അയാൾ അവൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ടാറ്റയൊക്കെ പണ്ടാണ് അവിടെ വിടുന്നത്. അനാമികയും തിരിച്ചതിനെ ഹഗ്ഗൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് ഒളിഞ്ഞെന്ന് കാണാണ് മുത്തശ്ശിയും. അവരാകെപ്പാടെ വല്ലാണ്ടായി പോകുന്നുണ്ട്. അനാമികയും പുറത്തിറങ്ങി അവരുടെ കാറോട്ട് നേരെ അനന്തപുരിലേക്ക് പോവാണ്. മുത്തശ്ശി ചോദിക്കാണ്, ഞാൻ എന്തൊക്കെയായി കാണുന്നേ, എനിക്കൊന്ന് കാണാൻ വയ്യ, നമുക്ക് ആത്മഹത്യ ചെയ്തായിരിക്കും ഇതിലും നല്ലതെന്ന് പറഞ്ഞ് മുത്തശ്ശി കരയുന്നുണ്ട്. താൻ കരയാതെ ഇതിനൊക്കെയുള്ള പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് മുത്തശ്ശിനെയും കൂട്ടി അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴേക്കും ഒന്നും അറിയാത്ത പോലെ കാലൊക്കെ വെച്ച് അവിടുന്ന് ഇത് വായിച്ചുകൊണ്ട് ചായ കുടിച്ചിരിക്കായിരിക്കും അനാമിക. ഇവരെ കണ്ടിട്ട് പോലും ഒന്ന് എണീക്കാനോ ഒന്ന് റെസ്പെക്ട് ചെയ്യാനോ പോലും അവൾ തയ്യാറാവുന്നില്ല. മുത്തശ്ശി മുറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം, എല്ലാം തെറ്റുകളും ചെയ്തിട്ട് ഒന്നും അറിയത്തുള്ള പോലെ എന്ത് സുഖമായിട്ടിരിക്കുന്നേ. നമ്മുടെ അനിയുടെ ജീവനെ നശിപ്പിച്ചിട്ട് അവൾ ഇരിക്കുന്ന കണ്ടില്ലേ, അവളെ അങ്ങനെ വെറുതെ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം എന്ന് പറയുമ്പോഴേക്കും അവളെ അങ്ങനൊന്നും പുറത്താക്കിയാൽ പോരല്ലോടോ, അവൾക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് തന്നെ പുറത്താക്കണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? അതൊക്കെ ഉണ്ട്, എന്റെ മോന്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കയറി വന്നവളാ അവള്. കണ്ടില്ലേ നീ അവള് കാണിച്ച കൂത്തുകളൊക്കെ. അവിടുന്ന് മുറി നിറങ്ങി വന്നിട്ടും അവനെ കെട്ടിപ്പിടിച്ച് അതൊന്നും ഓർക്കാൻ പോലും വയ്യെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. നമ്മുടെ അനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി പോയല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി കരയുന്നുണ്ട്. താൻ കരയാതിരിക്കുന്ന പറഞ്ഞ് സമാധാനിപ്പിക്കാണ്. അപ്പോഴേക്കായിരിക്കും അങ്ങോട്ടേക്ക് ആദർശ് കയറി വരുന്നത്. എന്താ മുത്തശ്ശി കരഞ്ഞേ? മുത്തശ്ശി എന്ത് പറ്റി മുത്തശ്ശി എന്ന് ചോദിക്കുന്നുണ്ട്. ആദർശേ, നീ വാതിലം കടക്കി എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്താ മുത്തശ്ശ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട് എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഞങ്ങളൊരു റിസോർട്ടിലേക്ക് പോയതായിരുന്നു, എന്റെ ഒരു സുഹൃത്ത് വരുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാ ഞങ്ങളൊരു കാഴ്ച കണ്ടത്, അനാമികയും വേറെ പയ്യനുമായിട്ട് ഒരു മുറിയില് എന്നും പറഞ്ഞ് മുത്തശ്ശി വീണ്ടും കരയുന്നുണ്ട്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശി ഈ കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞതാ, പണ്ടൊരു തവണ ഇതുപോലെ ഞാനും അറിഞ്ഞിരുന്നു, എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞറിഞ്ഞു,
ഇതുപോലെ അനാമികന് റിസോർട്ടില് മറ്റൊരാളൂടെ കണ്ടെന്ന് അനിയോടും പലതും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാർക്കിൽ വെച്ച് അയാൾ നേരിട്ട് കണ്ടതാ. അതിന്റെ വീഡിയോ എന്റെ ഫോണിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോണിലെ വീഡിയോ എടുത്തിട്ട് ആദർശ് വരെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല ആദർശേ, എന്നോട് നീ എന്താ ഞങ്ങളോടൊന്നും പറയാനേ? മുത്തശ്ശനോട് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അല്ലാതെ ഞാൻ എങ്ങനെ പറയാനാ മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ? നമ്മുടെ അനിയുടെ ജീവിതം അല്ലേ, അവളെ പുറത്താക്കാൻ പറ്റുമോ? ഇതുപോലെ ഡിവോഴ്സ് ആകാത്ത നമ്മുടെ തറവാട്ടിൽ നിന്നും ഒരു ഡിവോഴ്സ് ഉണ്ടാവില്ലേ? അയാളുടെ ജീവിതം പാഴായി പോയില്ലേന്ന് ചോദിക്കുമ്പോ മുത്തശ്ശി ചോദിക്കാണ്, നീ എന്താടേ പറയുന്നേ? ഡിവോഴ്സ് ചെയ്യാനോ? അല്ല, ഡിവോഴ്സ് ചെയ്താൽ എന്താടാ കുഴപ്പം? ഇത്രയും കാലം ഉണ്ടായ ചിട്ടകളൊക്കെ മാറ്റാൻ പോവാ. അവളെ പോലെ ഒരുത്തി ഇനി ഈ വീട്ടില് വേണ്ട. എന്റെ അനുമോന്റെ ഭാര്യയായിട്ട് ഇങ്ങനെ വഴിപഴിച്ച് നടക്കുന്നുള്ളൊന്നും വേണ്ട. നിനക്ക് ആ നന്ദുവിനെ അറിയില്ലേ? അവള് പാന്റ് ഷർട്ടൊക്കെ ഇട്ട് ആമ്പിള്ളേരോട് കറങ്ങിടക്കുന്നതാളാ. പക്ഷെ ഇന്നവരെ അവളെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പേരുദോഷം പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇവള് എല്ലാ അർത്ഥത്തിലും പെണ്ണായിട്ട് ഒരുങ്ങി നടന്നിട്ട് അവള് കാണിക്കുന്ന അഹങ്കാരമൊക്കെ കണ്ടില്ലേ? എല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും അറിയാത്തോളം നടിച്ചടക്കമാണോ നീയൊക്കെയെന്ന് ചോദിച്ചു മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട്. അത് പിന്നെ മുത്തശ്ശിനെ ഓർത്തിട്ടാ? എന്താ മുത്തശ്ശിനെ ഓർത്തിട്ട്? ഇമാതിരി ഉള്ളവന്മാരെയൊന്നും ഇവിടെ ഒച്ചണ്ടിരിക്കാൻ പാടില്ലെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ആദർശേ, ഒരു കാര്യം നമ്മള് രണ്ടു തവണ ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. അവൾ ഒറ്റ ഒരുത്തി കാരണം ഇവിടുത്തെ ഒരുപാട് പേരുടെ ജീവിതം തുലാസിലാവാൻ പോവാണ്. അവളുടെ ഈ കാര്യം കാണാൻ പുറലോകം അറിഞ്ഞാലേ നാണം കിടാൻ പോകുന്നത് നമ്മളാ. നമ്മുടെ അനന്തപുരത്താവാണ്ട പേര് തന്നെ വലിച്ചു കീറി മാധ്യമങ്ങൾ നാറ്റിക്കും എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശ എന്നും പറഞ്ഞ് നമുക്ക് ഈ കാര്യങ്ങളാണെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ അറിഞ്ഞ സംഭവങ്ങള് ഞാൻ അറിഞ്ഞതിനെക്കാട്ടിലും അപ്പുറമുള്ളതാ. നിങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തല്ലോ. മുത്തശ്ശി പറയാണ്, അതേ മോനെ, കണ്ടപ്പോ എന്റെ തോലി വിരിഞ്ഞു പോയി. ഇന്ന കാര്യങ്ങൾ സംഭവം പോലും ഞാൻ കേട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. പക്ഷെ ഇത് കണ്ടപ്പോഴുണ്ടല്ലോ ഞാൻ ഉരുകി തീർന്നു പോയി മോനെ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് മുത്തശ്ശി കരയുന്നുണ്ട്. മുത്തശ്ശി കരയാതെ അതിനൊക്കെയുള്ള പരിഹാര മാർഗം നമുക്ക് കണ്ടെത്താമെന്ന് ആദർശ് പറയുന്നുണ്ട്. അവളെ ഇനിയുള്ള വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളോട് വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് മുത്തശ്ശി തറപ്പിച്ച് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, വസുന്ധരെ, എല്ലാം എടുത്തിയാല് ചെയ്യാൻ പാടില്ല. എല്ലാവരും കരക്കടിപ്പിച്ചിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. നീ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ എടുത്തോടെ എന്തെങ്കിലും ചെയ്തു, ആ കുട്ടി വലിയ കടങ്ങുകയും ചെയ്താല് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇതെങ്ങാനും പുറലോ കടഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എടുത്തിയാടി ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് രണ്ടല്ല 100 വട്ടം ആലോചിക്കണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞത് മാത്രമേ ഞാൻ ഇത്രയും കാലം അനുസരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇനി അത് ഈ കാര്യത്തിൽ മാത്രം എന്നോട് ഒന്നും പറയാൻ പാടില്ല. എന്റെ തീരുമാനത്തിന് ഇത് വിടണം. അവളെ ഇനി ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ. തന്റെ തീരുമാനം എന്താണെങ്കിലും അത് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കും എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ തന്നെ അനാമികയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശി അവിടെ ചെല്ലുന്ന സമയത്ത് കതക് തട്ടാതെ പോലും കതക് ഇങ്ങനെ തുറന്നു ചെല്ലാണ്. അപ്പം ആരെയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അവളെ ഫോൺ മാറ്റി പിടിക്കുന്നുണ്ട്. എന്താ മുത്തശ്ശി, എന്താ കാര്യം? അല്ല, നീ ആരോടാ ഫോണിൽ സംസാരിക്കുന്നേ? അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? അത് പിന്നെ എന്റെ പഴയൊരു ഫ്രണ്ടാ. മനസ്സിലായി. ഇന്നാ റിസോർട്ടിൽ നീ പോയതിന്റെ ഒരുത്തിന്റെ കൂടെ ഒരു റൂമിൽ സ്പെൻഡ് ചെയ്തല്ലോ, ആ ഒരുത്തനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അനാമിക ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താടി, നിന്റെ നാക്ക് ഇറങ്ങിപ്പോയോ? ഞങ്ങളൊന്നും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? ഞാനും നിന്റെ മുത്തശ്ശിയും കൂടി എല്ലാം കണ്ടു. ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടോണ്ട് നിൽക്കായിരുന്നു നിന്റെ ഓരോ കോപ്രായങ്ങൾ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, മുത്തശ്ശി എന്തൊക്കെയാ പറയണേ? അത് ഞാനൊന്നും ആയിരിക്കില്ല, മറ്റാരെങ്കിലും കണ്ട് നിങ്ങക്ക് തോന്നിയതായിരിക്കും. വേണ്ട, നീ കൂടുതൽ ഉണ്ട് കളിക്കണ്ട. ഞാനത്ര പൊട്ടിയൊന്നുമല്ല. അങ്ങനെയാണെന്ന് നീ കരുതുകയും വേണ്ട. മുത്തശ്ശി, സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു തീരുന്ന പോലെ നമ്മുടെ മുത്തശ്ശിയുടെ കൈ അവളുടെ മുഖത്ത് വീഴുന്നുണ്ട്. അപ്പോഴേക്കും അവൾ ദേഷ്യപ്പെട്ട്, നിങ്ങളെന്നെ അടിച്ചു തള്ളേ എന്ന് ചോദിക്കുമ്പോഴേക്കും മെണ്ടി പോകരുന്നേ, കൊന്നു കളഞ്ഞ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ഒന്ന് പേടിക്കാണ്. അങ്ങോട്ടേക്ക് ജാനകിയും അനിയും ആദർശും നയനയും മുത്തശ്ശനും എല്ലാവരും വരുന്നുണ്ട്. മുത്തശ്ശൻ ഇതെല്ലാം കണ്ടിട്ട് ഒന്നും മിണ്ടാതെ മാറി നിൽക്കാണ്. ദാ അമ്മേ, കണ്ടോ ഈ മുത്തശ്ശിനെ തല്ലി? എന്തിനാമ്മേ എന്റെ മോളെ തല്ലിയത്? ജാനകി ചോദിക്കുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്റെ മരുമകളാണിത്, അതായത് നിന്റെ മകളുടെ സ്ഥാനം. ഇവള് വന്നതിന് ശേഷം എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, എപ്പോഴാണ് വരുന്നത് എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? എങ്കിലേ ഞാനും മുത്തശ്ശനും ഇന്നൊരു കാഴ്ച കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്താമേ, എന്തു കണ്ടുന്നാ? പലതവണ പലരും പറഞ്ഞു ഇവള് പലരും കൂടെ അഴിഞ്ഞിട്ട് നടക്കാണെന്ന്. പക്ഷെ ഞങ്ങളൊന്നും വിശ്വസിച്ചില്ല.
പക്ഷെ ഇപ്പൊ ഞങ്ങൾ വിശ്വസിച്ചു ഇവളുടെ തനിക്കുണം ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. അമ്മേ, നിങ്ങൾ കണ്ടു മറ്റാരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ആദർശം നയനയും കൂടി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും എന്ന് ജാനകി പറയുമ്പം ഇവളുടെ കവളത്ത് വീണാടി അടുത്ത് നിന്റെ അരികെ വീഴാൻ പോണത് എന്ന് പറഞ്ഞിട്ട് ആദർശെ അത് തീരിട്ട് കാണിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പാർക്കിൽ വെച്ച് അനാമിക മറ്റൊരുത്തനുമായിട്ട് കൂടി ചേർന്ന് കൂടി കാണിക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് അനാമികയും ജാനകിയൊക്കെ ഞെട്ടി നിൽക്കാണ്. അനാമിക പറയുന്നുണ്ട്, അത് പിന്നമ്മേ എന്റെ ഒരു കസിനാണത്, എന്റെ സഹോദരനെ പോലെയാണെന്ന് പറയുമ്പം ഞെട്ടിപ്പോകരുത്. പാർക്കിൽ ആരുമില്ലാത്ത പാർക്കിൽ ഒരു മൂലക്ക് ചേർന്നിട്ടാണോടി നിന്റെ സഹോദര സ്നേഹം എന്ന് ചോദിക്കാണ് മുത്തശ്ശി. അപ്പോഴേക്കും മുത്തശ്ശിയും കൂടി ഇവരുടെ പേര് തെളിവ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ അവര് ആ ഒരു റിസോർട്ടിൽ നിന്നും CCTV ഫുട്ടേജസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് മുത്തശ്ശി പ്ലേ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ആ മുറിയിൽ നിന്നും അനാമിക അയാളുടെ കൂടെ ഇറങ്ങി വീണതും തിരിച്ചു കാണാൻ ഹഗ് ചെയ്യുന്ന കിസ് ചെയ്യുന്നതൊക്കെ കാണുന്നത്. സാരിയൊക്കെ നേരെയാക്കി മുടിയൊക്കെ നേരെയാക്കി വരുന്നതും കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേക്കും അനാമിക ആകെപ്പാട് നാണം കിട്ട തലമുറി നിൽക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, നിന്റെ തന്തയെന്നല്ലേ ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട്, അവരിപ്പോ ഇങ്ങോട്ടേക്ക് വരും, മോളുടെ അഴിഞ്ഞാട്ടം അവരൊന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട്. അനി പറയുന്നുണ്ട്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എത്ര കാലം കൊണ്ട് അമ്മയോടും ഏട്ടനോടും എല്ലാവരും ഞാൻ പറയാണ് ഇവളുടെ സ്വഭാവം ശരിയില്ലെന്ന്. എന്നിട്ട് ആരെങ്കിലും വിശ്വസിച്ചോ? ഇപ്പൊ മനസ്സിലായില്ലേ ഇവളുടെ സ്വഭാവം എന്താണെന്ന്? മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞു ഇത് കുറച്ചൊരു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, എല്ലാം ആലോചിച്ച് ചെയ്യാൻ മതിന്ന്. പക്ഷെ നിന്റെ ഈ കാര്യത്തിൽ ഒന്നും ആലോചിക്കാനില്ല, ഇത് നിനക്കോട് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ പറയുമ്പോ മിണ്ടി പോകരുത്, മിണ്ടിയാൽ അടിച്ചിട്ട് പല താഴിടും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ ആ രൂപം കണ്ട് ആകെപ്പാട് പേടിച്ച് നിൽക്കാണ് അനാമിക. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അതേടും ദേവതയെ കയറി വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശേരി ചോദിക്കുകയാണ്, എന്താ എന്റെ കാര്യം മോളെ, എന്റെ മോക്ക് പറ്റിയെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അനാമിക അവിടെ കരഞ്ഞു നിൽക്കായിരിക്കും. എന്താ പറ്റിയെന്ന് അറിയണോ നിങ്ങൾക്ക്? നിങ്ങളുടെ മോളുടെ വിശേഷമാണെങ്കിൽ നീ അങ്ങോട്ട് നോക്കണം പറഞ്ഞിട്ട് ആ വീഡിയോസ് ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അത് പിന്നെ അനി സ്നേഹം കാണിക്കാത്തോണ്ടല്ലേ, സ്നേഹം കാണിക്കാത്തോണ്ടാ എന്റെ മോള് സ്നേഹം വരെ പോയത്. ഈ അനിയും നന്ദുവിന്റെ കൂടെ ഒരു മുകളിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലെന്ന് അനിക്ക് പറയാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. അനി പറയാണ്, നന്ദു അത്രക്കാൾ പെണ്ണമല്ല, ഞാൻ വിമർശിച്ചാൽ പോലും അവൾ അതിനൊന്നും നിന്ന് വരില്ല. അവള് എന്നെ സ്നേഹിച്ചു എന്നുള്ള സത്യമാണ്, ഞാനും അവളെ സ്നേഹിച്ചു, അല്ലാതെ അതിന് കിടന്ന ഒരു ബന്ധത്തിനും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടത് ശാരീരിക സുഖമല്ല, ഞങ്ങളുടെ മനസ്സുകൾ തമ്മിലുള്ള സ്നേഹമാണ് എന്ന് അനി പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കാണ്, അല്ല വേണു രേവതിയെ സ്നേഹിച്ചില്ലെങ്കിൽ രേവതി ഇന്ന് നടക്കോ, അത് കണ്ട് വേണു സഹിച്ചു നിൽക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന് ഉത്തരം കുട്ടി അവിടെ നിൽക്കാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്, ഇപ്പോൾ തന്നെ ഇറങ്ങിക്കൊണ്ടിരുന്ന് ഞങ്ങൾ ഡിവോഴ്സ് പെറ്റീഷൻ അയക്കാൻ പോവാണ്, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാൻ പോവാം, ഈ വീഡിയോസും എല്ലാം ഞങ്ങൾ കോടതിയിൽ കാണിച്ചോളാം, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഡിവോഴ്സ് മേടിച്ചോളാം. നീ പറഞ്ഞല്ലോ നേരിട്ട് പീഡിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നീ കേസ് കൊടുക്കുമെന്ന്, കൊണ്ടേ കേസ് കൊടുക്ക്, എവിടം വരെ പോകുന്നു നമുക്ക് കാണാം. എന്റെ കൊച്ചുമാരുടെ ജീവിതം വെച്ച് നീ ഇങ്ങനെ കളിക്കണ്ട. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്റെ മോൻ സങ്കടത്തിലാ, ഓരോ ദിവസം കഴിയുന്നവരും ആകെപ്പാടെ വിഷമിച്ച് സങ്കടപ്പെട്ട് അതുപോലെ എന്റെ മോൻ ജീവിക്കുന്നത്. ഇതിലേക്ക് എന്റെ മോനെ കരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് എവിടെ വേണമെങ്കിൽ പൊക്കോ, എന്താണെങ്കിലും ചെയ്തോ, നിനക്ക് നഷ്ടപരിഹാരം വേണോ അത് ഞാൻ തരും, എന്റെ സ്വത്തിലെ ഭാഗമാണെങ്കിൽ നിനക്ക് ഞാൻ തരും. പക്ഷേ ഈ കുടുംബത്തിനും എന്റെ കൊച്ചുമാരുടെ ജീവിതത്തിൽ നിന്നും നീ ഒഴുകി പോകണമെന്ന് മുത്തശ്ശി തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അമിക പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇവിടെ കടിച്ചോളി തുടങ്ങണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടുത്തെ സ്വത്തുക്കൾ മാത്രമാണ്. എന്നാലും എന്റെ സ്വയം മനസ്സിലാക്കിയല്ലോ, അവനെ എന്റെ കാണുന്നതിന് ഞാൻ അവിടുത്തെ ഞാൻ താമസിക്കാൻ പോകുന്നതും ഇവൻ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ സ്വത്തുക്കൾ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. മുത്തശ്ശി പറഞ്ഞല്ലോ മുത്തശ്ശിയുടെ സ്വത്തിന്റെ പകുതി തരാന്ന്, എനിക്കിത് മാത്രം മതി, അതെങ്ങനെ പോയാലും ഇഷ്ടം പോലെ കാണുമെന്ന് എനിക്കറിയാം. എനിക്ക് ജീവിതകാലം മുതൽ സുഖിച്ച് ജീവിക്കണമെന്നത് അത് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ ആർക്കും ഒരു പ്രശ്നത്തിനും വരുന്നില്ല, എനിക്ക് ആ സ്വത്തിന് തന്നാ മതി, ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒപ്പിട്ടോളാം എന്ന് അനാമിക പറയുന്നുണ്ട്. അപ്പൊ അനി പറയുന്നുണ്ട്, കേട്ടോ അമ്മേ, അമ്മയാണെങ്കിൽ ഇത്രയും നാളും എന്റെ മോളാണെന്ന് പറഞ്ഞ് തലയെ കയറ്റി കൊണ്ടുനടന്നത് ഇപ്പൊ മനസ്സിലായില്ലേ, അവർക്ക് വേറെ കാരണങ്ങളുണ്ട്, വേറെ ബന്ധമുണ്ട്, ഞാൻ വേറെ ഒരു കളിപ്പാട്ടമാണ് നമുക്ക്, സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള ഒരു ഉപായം മാത്രം എന്ന് പറഞ്ഞ് അനി സങ്കടപ്പെടുന്നുണ്ട്. ആദർശി പറയാണ്, ഇതുപോലൊരു ജീവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്തൊരു പെണ്ണാണേ, പിന്നെ നിങ്ങൾക്ക് തന്നെ മാനക്കേടാണേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും നന്ദിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് മാത്രം നീ കരുതുന്നണി, അതിനെ സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ആദ്യം ചോദിക്കാണ്, അത് പറയാൻ നിനക്ക് എന്താണ് യോഗ്യതയുള്ളത്? നന്ദു നിന്നെ പോലല്ല, നല്ല യോഗ്യതയുള്ള തന്നെയാ,
ചെറിയമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായല്ലോ സ്വന്തം മരുമകളുടെ യോഗ്യത. ഇനി ഒരു കാര്യം കൂടെ പറയാം. ചെറിയമ്മ വിചാരിക്കുന്ന പോലെ വലിയ തറവാട്ടുകാരനല്ല ഇവര്. ആളുകളെ പറ്റിച്ചും കടം മേടിച്ചും കടക്കാരെ ഭയവും ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇത്. ചെറിയമ്മ എപ്പോഴും നന്ദുവിനെ നയനൊക്കെ കുറ്റം പറയാണല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്ന് അന്വേഷിച്ച് നോക്ക്, അപ്പൊ അറിയാം ഇവരെയൊക്കെ സ്വഭാവം. ഇതൊക്കെ നേരത്തെ ഞാൻ അറിഞ്ഞതാ. പിന്നെ അവരുടെ ജീവിതത്തെ ഓർത്ത് ഞാനൊന്നും പറയാതിരുന്നതാ. പക്ഷെ ഇങ്ങനൊരു സ്വഭാവക്കാരിയാണെന്ന് മുത്തശ്ശനും തമ്മിൽ അറിഞ്ഞ പിന്നെ എനിക്കുള്ള താല്പര്യമൊന്നുമില്ല. ആദ്യമായിട്ട് നമ്മുടെ തറവാട്ടിലുണ്ടാകുന്ന ഡിവോഴ്സ് അത് അനുഭവമാവട്ടെ എന്ന് ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇനി രക്ഷ പോലും ഉണ്ടണ്ട, തന്റെ മകളെ മോളുകൂടി ഇവിടെ ഇറങ്ങിക്കോ. മുത്തശ്ശൻ പറയാണ്, അതെ മോനും ഇവിടെ ഇറങ്ങിപ്പോയിക്കോണം എന്നും പറഞ്ഞ് ആട്ടി ഇറക്കി വിടുന്നുണ്ട്. അങ്ങനെ ജാനകി പറയാണ്, മിക്കവിടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനൊക്കെ ഓർക്കാണ് ഇവരെ ഭയങ്കര തിരിച്ചു വെക്കാൻ പോവാണെന്ന്. ഒരു നിമിഷം രണ്ടുപേരെ പോകരുത് എന്ന് പറഞ്ഞിട്ട് ജാനകി മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴേക്കും അവിടെ ഡ്രസ്സൊക്കെ ആയിരുന്നു വരുന്നത്. ആ ഡ്രസ്സുകളെല്ലാം പുറത്തേക്കെടുത്ത് ഇറങ്ങിയിട്ട്, നിന്റെ ഒരു സാധനം പോലും ഇവിടെ വേണ്ട. എന്റെ മകനെ പറ്റിച്ച് ഇത്രയും കാലം നീ ഇവിടെ ജീവിച്ചില്ലേ? എന്നെ പോലും അമ്മ എന്നെ വിളിച്ച് നീ എന്റെ മനസ്സ് നശിപ്പിച്ചു. നീ ഒരിക്കലും നിന്നെ കണ്ടുപോകരുത്. വെറുത്തു പോയി ഞാൻ. ഈ വീഡിയോ കണ്ട പിന്നെ എനിക്കിത് മനസ്സിലായി. നിന്റെ മനസ്സ് ദുഷ്ട മനസ്സാന്നുള്ള കാര്യം. മറ്റൊരുത്തിന് മനസ്സ് വെച്ചുകൊണ്ട് എന്റെ മോന്റെ കൂടെ എന്റെ മോനെ നീ പറ്റിക്കാവുന്നില്ലേ? ഇനി ഒരിക്കലും നിന്റെ മുന്നിൽ കണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് ജാനകി കുറെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴേക്കും അനാമിക അവന്റെ മൈൻഡൊന്നും ചെയ്യാതെ അവരുടെ ബാഗുമായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഏത് ചോദിക്കാണ്, മോളെ നീ പറഞ്ഞു ഉണ്ടാവുന്നത്? അമ്മേ, ആ മുത്തശ്ശി പറഞ്ഞു കേട്ടില്ലേ അവരുടെ സ്വത്തുക്കൾ നമുക്ക് തരാന്ന്. നീ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? എങ്കിലും മോക്കൊരു ദേഷ്യമില്ലേ? ആ നന്ദനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ പോകണോ? അമ്മ എന്താ വിചാരിച്ചേ? ഞാൻ ക്യാഷ് എന്നിട്ട് കയ്യിലേക്ക് വന്നിട്ട് എന്നിട്ട് പിന്നെ ഞാൻ അടങ്ങിയിരിക്കുന്ന അമ്മ കരുതിയോ? അവന്റെ ജീവിതം ഞാൻ കുളം നോക്കും. അവനെ മാത്രമല്ല, എന്റെ കവള പഠിച്ച ആ തള്ളയുണ്ടല്ലോ, ആ തള്ളൻ എന്നെ വലിച്ചിറക്കി വിട്ട എന്റെ അമ്മാമ്മ എന്ന സാധനം. ബാക്കിയുള്ള എല്ലാത്തിനും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അനാമിക ആരാണെന്ന് ഇനി അവരറിയും. അമ്മ കണ്ടോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്കുള്ളത് ഇഷ്ടം പോലെ കിട്ടും. എപ്പോഴും കിട്ടുമായാൽ അത്രയും നല്ലത്. ആ തള്ളയുടെ വലിയ സ്വത്തിന് പറയുമ്പോഴേ എങ്ങനെ പോലും 10,000 കോടി രൂപ വരും. അതിന് പകലെന്ന് പറഞ്ഞാലും തറക്കുള്ളതിൽ തുകയുണ്ട്. ജീവിതകാലം മുഴുവനും അടിച്ചുകൊടുത്ത് ജീവിക്കാനുള്ള തുകയുണ്ട്. ആദ്യം വെച്ച് വേണം എനിക്ക് ഇവരെ ഇല്ലാതാക്കാൻ എന്ന് അനാമിക പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി പോകുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു സംഭവം കേട്ടോ. എന്തായാലും ഇതുപോലുള്ള അപ്കമിംഗ് ആയിട്ട് റിവ്യൂസ് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.